Look at Golgotha. The side of Christ is open blood and water flow forth. This is not defeat. This is the hour of redemption. From the pierced side of the new Adam comes the life of the church, the water of baptism, the blood of the Eucharist. Now, go back to the upper room. The upper room and Calvary are one mystery. At Calvary, Christ offers himself once for all. In the Eucharist, that one sacrifice becomes sacramentally present. This is my body. This is my blood! പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ വിമോചന യാത്രയുടെ 30-ാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അനുഗ്രഹീതമായ ഈ യാത്രയിൽ ഇനി അവശേഷിക്കുന്നത് 10 ദിവസങ്ങൾ കൂടിയാണ്. ഈ 10 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായി മാറും. അത് അങ്ങനെ തന്നെ കണ്ട് ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ, പ്രാർത്ഥനയിൽ മുഴുകാൻ, കൂടുതൽ സമർപ്പണം നടത്താൻ, കൂടുതൽ വിശുദ്ധീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ എടുക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ, അതിൻ്റെ 14 വരെയുള്ള തിരുവചനങ്ങളിൽ തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് യേശു തന്നെ വീണ്ടും വെളിപ്പെടുത്തുന്ന സംഭവമാണ്. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തെ കാണുമ്പോഴും നമ്മുടെ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആശയം യേശു തന്നെ വെളിപ്പെടുത്തുകയാണ്. എപ്പിഫനി എന്നാണ് ഈ വെളിപ്പെടുത്തൽ എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക്, എപ്പിഫനി. ഉദാഹരണത്തിന് ക്രിസ്മസ് എന്ന് നമ്മൾ വിളിക്കുന്നതിന് പറയാവുന്ന, പകരം വെക്കാവുന്ന മറ്റൊരു വാക്കാണ് എപ്പിഫനി. ധനഹ, സ്നാപക യോഹന്നാൻ യേശുവിനെ വെളിപ്പെടുത്തിയ ആ സംഭവത്തെ വിളിക്കാൻ കഴിയുന്ന ഒരു പേരാണ് എപ്പിഫനി. തെയോഫനി, എപ്പിഫനി എന്നൊക്കെ പറയുന്നത് സൂചിപ്പിക്കുന്നത് ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോഴും ഇത് ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെടുത്തുമ്പോഴും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി കിട്ടുക എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തിരയാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മളിവിടെ കണ്ടെത്തേണ്ടതുണ്ട്. കർത്താവ് തന്നെ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. 6 പേര്: ശിമയോൻ പത്രോസ്, ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും. അങ്ങനെ 6 പേര് അവരൊരുമിച്ചിരിക്കുകയായിരുന്നു. ആരൊക്കെയാണ്? ശിഷ്യന്മാരുടെ തലവനായ പത്രോസ്, നമുക്കറിയാവുന്ന ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ ദീദിമോസ് എന്ന് അപരനാമമുള്ള തോമസ്, അതുപോലെ ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ എന്ന് പറയുന്നത് ബർത്തലോമിയ എന്ന ശിഷ്യനാണ്. അതുപോലെ സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും, പിന്നെ വേറെ 2 ശിഷ്യന്മാരും, അവരുടെ പേര് പറഞ്ഞിട്ടില്ല. അങ്ങനെ 6 പേര് എന്ന് പറഞ്ഞാൽ 12 അപ്പസ്തോലന്മാരിൽ പകുതി പേർ, 50% പേർ, പകുതിയോളം പേർ ഒരുമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇവരുടെ മാനസികാവസ്ഥ എന്താണ്? പലതരത്തിൽ ഇവരുടെ മാനസിക വ്യാപാരങ്ങളെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടത്, അവർക്ക് യേശു തങ്ങളുടെ കൂടെ ശാരീരികമായി ഇല്ലാത്തതിൻ്റെ വേദന അവരുടെ മനസ്സിലുണ്ട്.
പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിനെക്കുറിച്ച് അത്ര തീർച്ചയുള്ളതല്ലെങ്കിലും അവ്യക്തമായ ചില സൂചനകൾ അവർക്ക് ഉണ്ട്. കാരണം യേശു ഇതിനു മുമ്പ് 11 അപ്പസ്തോലന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ 10 അപ്പസ്തോലന്മാർ, യൂദാസും ഇല്ലല്ലോ, 10 അപ്പസ്തോലന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ യേശു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നീട് തോമസും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ 11 പേർക്ക് പ്രത്യക്ഷനാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം ക്രിസ്തു ഉത്ഥിതനായിട്ടുണ്ട്, പക്ഷേ അതിനെക്കുറിച്ചുള്ള ധാരണകൾക്ക് വ്യക്തതയില്ല. അപ്പോൾ ഇനി എന്ത് എന്നതാണ് അവരുടെ മനസ്സിനെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി എന്ത്? മുന്നോട്ടുള്ള വഴി എന്താണ്? ഇനി എങ്ങനെ ജീവിക്കും? അല്ലെങ്കിൽ എങ്ങനെ സർവൈവ് ചെയ്യും? അതൊരു കുടുംബം എങ്ങനെ അതിജീവിക്കുക എന്ന ചോദ്യമല്ല. ഇത്രയും കാലവും വേറിട്ട വഴികളിലൂടെ നടന്ന മനുഷ്യരാണ്. സമൂഹം പരിഹസിച്ചവരാണ്. സമൂഹത്തിന് ഇവരെ പിടികിട്ടാത്തവരാണ്. എന്താണ് ഇവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നോ ഉദ്ദേശ്യമെന്നോ മറ്റുള്ളവർക്ക് വ്യക്തമാകാത്ത വിധത്തിൽ തികച്ചും വ്യത്യസ്തമായ സമാന്തരമായ മറ്റൊരു വഴിയിലൂടെ ക്രിസ്തു എന്ന അവൻ്റെ കാലം സുബോധമില്ലാത്തവരെന്ന് പേരിട്ട് വിളിച്ച ഒരു ഗുരുവിൻ്റെ കൂടെ അലഞ്ഞു നടന്ന ശിഷ്യന്മാരാണ്. സോ അവരുടെ ട്രാക്ക് അൺക്ലിയറാണ്. അവരുടെ ജീവിതം ഒരു സന്ദിഗ്ധാവസ്ഥയിൽ തട്ടി നിൽക്കുകയാണ്. അവരൊരു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നാൽക്കവലയിൽ പകച്ച് നിൽക്കുകയാണ്. അവർക്ക് ഏത് വഴി എടുക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഈ സന്ദർഭം ഏതൊരു സാധാരണ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത ഭാഗമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഇത് എനിക്കും നിങ്ങൾക്കും ബാധകമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ചില ദിവസങ്ങളും ചില മാസങ്ങളും ജീവിതത്തിലെ ചില സാഹചര്യങ്ങളും നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. എല്ലാ വഴിയും അടഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഒരു ചോദ്യത്തിനും ഉത്തരമില്ലാത്ത ഒരവസ്ഥ, ജീവിതത്തിൽ കത്തിക്കൊണ്ടിരുന്ന ഒരു ദീപനാളം പെട്ടെന്നൊരു കാറ്റിൽ അണഞ്ഞു പോവുകയും വല്ലാത്തൊരു തരം ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ആ ഏകാന്തത ബോധം, അരക്ഷിതാവസ്ഥ, ഭയം, മുന്നിലേക്ക് നോക്കുമ്പോൾ വഴി തെളിയാത്ത അവ്യക്തത, ഇങ്ങനെ വല്ലാത്ത ഒരു ആശയക്കുഴപ്പം അലട്ടുന്ന 6 പേരെയാണ് നമ്മളിവിടെ കാണുന്നത്. അവർ പറയുന്നത് അവരുടെ ജീവിതമല്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതം മാത്രമല്ല, അവർ പ്രതിബിംബിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം കൂടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരിൽ ഒരാൾ തികച്ചും തെറ്റായ ഒരു തീരുമാനം എടുക്കും. അയാൾ നേതാവായതുകൊണ്ട് ബാക്കിയുള്ളവർ അയാളെ അനുസരിക്കുന്നു. ശിമയോൻ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഇത് ഇന്ന് വരെ നടന്ന വഴികളിൽ നിന്ന് നേരെ വിപരീത ദിശയിലേക്ക് നടക്കാനുള്ള ഒരു പ്രലോഭനമാണ്. അവരെ വിളിക്കുമ്പോൾ അവരുടെ നാഥനും ഗുരുവുമായ ക്രിസ്തു അവരോട് പറഞ്ഞത്, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ്. മത്സ്യങ്ങളെ പിടിക്കുന്നവരിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവരിലേക്കുള്ള ദൂരം താണ്ടിയവർ ഇത്രനാളും അവർ കടന്നു വന്ന വഴി വീണ്ടും ഒരിക്കൽ കൂടി തിരികെ നടക്കുമ്പോൾ അത് ഒരുതരം ഒളിച്ചോട്ടമാണ്, ഒരുതരം പരാജയമാണ്, ആയുധം വെച്ച് കീഴടങ്ങലാണ്, എല്ലാ അർത്ഥത്തിലും തങ്ങൾ തോറ്റുപോയി എന്ന് ഒരു കൂട്ടം മനുഷ്യർ സമ്മതിച്ചതിൻ്റെ അടയാളമാണ്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാവാനാണ് ഞാൻ അങ്ങനെ വിശദീകരിക്കുന്നത്. അവരെല്ലാ അർത്ഥത്തിലും സ്വയം നഷ്ടപ്പെട്ടവരായി തങ്ങളെ തന്നെ കണ്ടെത്തിയവരാണ്. അപ്പോൾ ബാക്കിയുള്ള 5 പേരും അവനോട് പറയുകയാണ്, ഞങ്ങളും നിൻ്റെ കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. സന്ധ്യ പാതിരാവിന് വഴിമാറി. വസന്തം ഗ്രീഷ്മത്തിനും ഗ്രീഷ്മം ശിശിരത്തിനും വഴിമാറി. വലിയ ഒരു പേമാരി കഴിഞ്ഞ് കൊടുംവേനൽ വന്ന അവസ്ഥ. അതായത് ജീവിതത്തിലെ ദുരിതം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈ വഴി തിരഞ്ഞെടുത്താൽ എനിക്കൊരു മാറ്റം വരും, ഈ ബിസിനസ് ചെയ്താൽ എൻ്റെ കുടുംബം കരകയറും, ഈ കാര്യം കൂടെ ഒന്ന് പരീക്ഷിക്കാം, ഈ പ്രാവശ്യം കൂടി ഒന്ന് ശ്രമിക്കാം. ഇങ്ങനെ പല വിധത്തിൽ പരിശ്രമിച്ച് ഓരോ തവണ ഓരോ തീരുമാനമെടുക്കുമ്പോഴും ഇത്തവണ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് മുന്നോട്ട് വന്ന് നമ്മൾ
അതിനേക്കാൾ വലിയ ആപത്തിലേക്കോ ഇരുട്ടിലേക്കോ ദുരിതത്തിലേക്കോ ദുരന്തത്തിലേക്കോ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ എല്ലാ മനുഷ്യരും ഒന്നല്ലെങ്കിൽ അനവധി തവണ അനുഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഈ മനുഷ്യർ ആ കൊടും പാതിരാത്രിയിൽ അവർക്ക് വചനം പറയുന്നു, ഒന്നും കിട്ടിയില്ല. കടലിനെ പരിചയമുള്ള മനുഷ്യരാണ്. കടലിരമ്പത്തെയും കടൽക്കാറ്റിനെയും തിരമാലകളുടെ ഗർജനത്തെയും മത്സ്യം എവിടെയാണ് ഒരുമിച്ച് കൂടുന്നത് എന്നതിൻ്റെ സാധ്യതകളെയും എവിടേക്ക് വീശിയാൽ മീൻ കിട്ടും എന്ന അനുഭവവും ഒക്കെയുള്ള മനുഷ്യർ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും തോറ്റുപോയ ഒരു നിമിഷമാണിത്. ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഓരോ മനുഷ്യൻ്റെയും ജീവചരിത്രത്തിന് ചിലപ്പോഴൊക്കെ എഴുതാവുന്ന ഒരു തലക്കെട്ടാണിത്, ഒന്നും കിട്ടാത്ത ഒരു രാത്രി. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. ആൻഡ് ദാറ്റ് ചേഞ്ചസ് എവരിതിങ്. എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരുന്നത് ഒരാൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിലേക്ക് നടന്നെത്തുമ്പോഴാണ്. ഒരാളുടെ പാദപതനം നമ്മുടെ കാതുകൾ ശ്രദ്ധിക്കുമ്പോഴാണ്. ഒരാളുടെ വസ്ത്രത്തിൻ്റെ ഇളക്കം നമ്മുടെ കാതുകളിൽ പതിയുമ്പോഴാണ്. ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുമ്പോഴാണ്. ഉഷസായപ്പോൾ ഒരൊറ്റ വാക്കിനകത്ത് എത്രമാത്രം കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രഭാതമായപ്പോൾ ഒരു മനുഷ്യൻ്റെ നിരാശയുടെ പാതിരാത്രി പിന്നിട്ട് പ്രത്യാശയുടെ പുലരിയിലേക്ക് അയാൾ വരുന്നത് ക്രിസ്തുവെന്ന ഒരു വ്യക്തി അയാളിലേക്ക് എത്തുമ്പോഴാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറി അയാൾക്ക് പുലരിയാവുന്നത് ക്രിസ്തു അയാളുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിലേക്ക് നടന്നു വരുമ്പോഴാണ്. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ അവൻ്റെ ജീവിതത്തിൻ്റെ തീരത്ത് വന്നു നിന്നു. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? എന്തൊരു ക്രൂരമായ ചോദ്യമാണ് ഇതെന്ന് ആദ്യത്തെ തവണ കേൾക്കുമ്പോൾ തോന്നാം. ഒന്നും കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നത് എത്ര ക്രൂരമാണ്. ചിലപ്പോൾ ഈ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഇത് മനസ്സിലാവും. ജീവിതത്തിൽ ജോലിയൊന്നും ആവുന്നില്ല, വിസ ശരിയാവുന്നില്ല, പേപ്പറുകൾ വെച്ചിട്ടൊന്നും മൂവ് ചെയ്യുന്നില്ല, ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്നൊരു വിളി വരുന്നില്ല. ഇങ്ങനെയൊക്കെ ഒത്തിരി വിഷമിച്ച് നിൽക്കുമ്പോൾ നാട്ടുകാരുടെ ചോദ്യം, വീട്ടുകാരുടെ ചോദ്യം, പള്ളിക്കാരുടെ ചോദ്യം, ഒന്നും ആയില്ലേ, ജോലിയൊന്നും ആയില്ലേ? ഈ ചോദ്യം ക്രൂരമാണ്. എനിക്കറിയാവുന്ന ഒരുപാട് ചെറുപ്പക്കാർ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്തത് പോലും ഈ ചോദ്യത്തെ പേടിച്ചിട്ടാണ്. അവർ ചിന്തിക്കുകയാണ്, ഒന്നും ആയില്ലേ, ഒരിടത്തും എത്തിയില്ലേ, നിനക്കൊന്നും ശരിയായില്ലേ? ക്രൂരമാണ് ഈ ചോദ്യം. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും അലിവുള്ള ഒരാൾ എന്തിനാണ് ആ ചോദ്യം ആ പ്രഭാതത്തിൽ അവരോട് ചോദിച്ചത്? കരുണമാത്രമായ ഒരാൾ എന്തുകൊണ്ടാണ് ഈ ചോദ്യം കൊണ്ട് അവരെ അസ്വസ്ഥരാക്കിയത്? അതിനൊരു ഉത്തരവുണ്ട്. അത് അവരെത്തി നിൽക്കുന്ന ആപത്തിൻ്റെ ആഴം അവരെ ബോധ്യപ്പെടുത്താനാണ്. ക്രിസ്തുവിന് വിപരീതമായി നടന്നു തുടങ്ങുന്ന കാലങ്ങളത്രയും അവരെത്തി നിൽക്കുന്ന ഭയാനകമായ ആ ദുരിതത്തിൻ്റെ ആഴം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവൻ്റെ ശ്രമമാണ് ഈ പുറമേ ക്രൂരമെന്ന് തോന്നിപ്പിക്കുന്ന ഈ ചോദ്യം. അതായത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, ദൈവത്തെ മറന്നപ്പോൾ, പ്രകാശത്തിനെതിരെ നടന്നപ്പോൾ എത്തിപ്പെട്ട ആപത്തിൻ്റെ ആഴവും ഗൗരവവും മനസ്സിലാക്കി കൊടുക്കുന്ന ചോദ്യം, ഒന്നും കിട്ടിയില്ലേ? നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? കുഞ്ഞുങ്ങളെ, ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. ഇല്ല. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക. പെട്ടെന്ന് ദേഷ്യം വരുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പ്രകോപിപ്പിക്കാവുന്ന ഒരു പരാമർശമാണിത്. കാരണം വലയെറിയുന്നവർക്കറിയാം, വലയെറിയുന്നത് ഒരു വശത്തേക്ക് മാത്രമല്ല. വലയെറിയുമ്പോൾ അത് 4 ഭാഗത്തേക്കും വല വിതറിയും വീശിയുമാണ് അവർ വലയെറിയുന്നത്. അതുകൊണ്ട് വലയിട്ടപ്പോൾ വലത്തും വല വീണിട്ടുണ്ട്, ഇടത്തും വല വീണിട്ടുണ്ട്, മുമ്പിലും വീണിട്ടുണ്ട്. അപ്പം അങ്ങനെ 4 പാടും വീശി വലയെറിഞ്ഞ് തഴക്കം വന്ന മത്സ്യബന്ധന തൊഴിലാളിയുടെ പരിചയ സമ്പത്തിനും അനുഭവത്തിനും നേരെയുള്ള പ്രകോപനപരമായ ഒരു പരാമർശമാണ് വലത്തുവശത്ത് വലയിട് കിട്ടുമെന്ന്. ഇത് അവരെ പ്രകോപിപ്പിച്ചില്ല എന്നുള്ളത് വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്.
അവരത് അനുസരിക്കാൻ തയ്യാറാവുകയാണ്. എന്താണ് ഇവിടുത്തെ വ്യത്യാസം? ഇവർ കഴിഞ്ഞ രാത്രി മുഴുവൻ വലത്തും ഇടത്തും മുമ്പിലും പുറകിലുമൊക്കെ വല എറിഞ്ഞവരാണ്. എന്നിട്ട് അവർക്ക് മീൻ കിട്ടിയില്ല. ഇപ്പോഴെന്താണ് അവർക്ക് വ്യത്യാസം വരുത്തുന്നത്? ഇത്തവണ അവർ വല എറിയുമ്പോൾ അവരവരുടെ സ്വയം പരിശ്രമങ്ങളിലല്ല അത് ചെയ്യുന്നത്. അവരുടെ അടുത്ത് ക്രിസ്തു എന്ന അവരുടെ ഗുരുവുണ്ട്, നാഥനുണ്ട്, ദൈവമുണ്ട്. ദൈവം അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർ വലതുവശത്ത് വലയിട്ടാലും ഇടതുവശത്ത് വലയിട്ടാലും മുമ്പിൽ വലയിട്ടാലും അവർ ഏത് ഭാഗത്ത് വലയിട്ടാലും അവിടെ മീൻ വന്ന് നിറയും. ഇത്രയും നാൾ അവർ കർത്താവിൽ നിന്ന് അകന്നാണ് ഈ മത്സ്യബന്ധനത്തിന് പോയത്. എന്നാൽ ഇപ്പോഴവർ ക്രിസ്തു നിൽക്കുമ്പോൾ അവൻ്റെ സ്വരം കേട്ടിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മുടെ പരിശ്രമങ്ങളെ ആശീർവദിക്കുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. യേശു നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പരിശ്രമങ്ങളെ ഫലവത്താകുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന ചോദ്യം. യേശു പറഞ്ഞു, വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവരതനുസരിച്ചു. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അവർക്ക് അത് വലിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടപ്പോൾ യോഹന്നാൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ, സെബെദീപുത്രന്മാരിലൊരാൾ, യോഹന്നാൻ പറയുകയാണ്, അത് കർത്താവാണ്. അവർക്ക് മനസ്സിലായി, ഞങ്ങൾ പരാജയപ്പെട്ട് നിന്നെടുത്ത് നിന്ന് ഞങ്ങളെ പതുക്കെ പിടിച്ചു കയറ്റുന്ന ആ സ്നേഹം അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഇത് ദിവ്യകാരുണ്യത്തിൻ്റെ മനോഹരമായ ഒരു ബിംബമാണ്, ഒരു പ്രതീകമാണ്. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നു, മീൻ ചുട്ടുവെച്ചിരിക്കുന്നു, അപ്പം ചുട്ടുവെച്ചിരിക്കുന്നു. പ്രാതലൊരുക്കി, ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി കാത്തിരിക്കുന്ന കർത്താവ്. ഓരോ ദേവാലയത്തിലും ഓരോ അൾത്താരയിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഇവർ കടന്നുപോയ അനുഭവങ്ങളിലൂടെ എല്ലാം പോയി തകർന്നു നിൽക്കുമ്പോൾ അവൻ നമുക്ക് ഭക്ഷണം ഒരുക്കി പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, അനുഗ്രഹത്തിൻ്റെ ആ പ്രഭാത ഭക്ഷണം തയ്യാറാക്കി കാത്തിരിക്കുന്ന ഈശോ മനോഹരമായ ഒരു ബിംബമാണ്. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അതായത് ഒരു കീറാത്ത വല, അതിന് പല അർത്ഥമുണ്ട്. ഇൻ്റഗ്രിറ്റിയുള്ള മനുഷ്യരാവാൻ നമ്മളെ സഹായിക്കുന്നത് കീറാത്ത എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെടാത്ത, അകത്തൊന്നും പുറത്ത് വേറൊന്നുമായിട്ട് മുറിക്കപ്പെടാത്ത, ഉള്ളിലൊന്ന് വെളിയിൽ വേറൊന്ന്, ഇങ്ങനെ കാപട്യമുള്ള മനുഷ്യരാകാത്ത വിധം കീറാത്തവരായി, കീറാത്തൊരു വലയായി നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അതായത് ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ വാങ്ങുമ്പോഴും അപ്പോഴും വിഭജിക്കപ്പെട്ടു പോകാതെ, ലോകത്തിലേക്ക് ഹൃദയം മുറിഞ്ഞു പോകാതെ, ക്രിസ്തുവിൽ ഏകാഗ്രമായി നിൽക്കാൻ, ഇൻ്റഗ്രിറ്റിയോടെ നിൽക്കാൻ, കീറാത്തൊരു വല പോലെ നിൽക്കാൻ സഹായിക്കുന്നത് യേശുവാണ്, ദിവ്യകാരുണ്യമാണ്. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, അതുപോലെ തന്നെ മത്സ്യവും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ചിന്ത നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടത് ഓരോ കുർബാനയും നമുക്ക് തരുന്ന അനുഭവം എന്താണെന്ന് ഞാൻ ഈ സംഭവത്തിലൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കുകയായിരുന്നു. തകർന്നു നിൽക്കുന്ന, വഴി കാണാതെ നിൽക്കുന്ന, ഇനി മുന്നോട്ട് എങ്ങനെ പോകും, എങ്ങോട്ട് പോകുമെന്നറിയാതെ നിൽക്കുന്ന, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന, ഞാനൊന്ന് തോറ്റുപോയി, ജീവിതത്തിൽ ഞാനൊരു പരാജയമാണ്, എനിക്കിനി സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു ദൈവത്തിൻ്റെ കൈത്താങ്ങാണ്, സഹായമാണ് കുർബാന, ദിവ്യകാരുണ്യം. അതുകൊണ്ട് ആ ഒരു അവബോധത്തിൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട തിന്മ എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ബോധ്യം കിട്ടി. അപ്പോൾ ബോധ്യം കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് ഈ ഒരു ശുശ്രൂഷ തീരുന്നതിന് ഒരു 10 ദിവസം മുമ്പെങ്കിലും നല്ലൊരു കുമ്പസാരം നടത്തണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ഇന്ന് നമ്മുടെ ഒരു ടാസ്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ
ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ ഒരൊറ്റ കാര്യം എടുക്കുക. നന്നായിട്ട് ഇനിയൊരു നമുക്കിനി അറിയാമല്ലോ, ഇനിയൊരു 9 ദിവസം കൂടി കഴിയുമ്പോൾ ഇത് തീരും. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് 10 ഡേയ്സിൽ നല്ല കുമ്പസാരം അതിന് നമ്മൾ നടത്തണം. അപ്പോൾ ഇതുവരെ നിങ്ങളത് നടത്തിയില്ലെങ്കിൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, നടത്തിയില്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അതിനുള്ളിൽ നന്നായിട്ട് കുമ്പസാരിച്ച് നല്ല കൃപയിലും വിശുദ്ധിയിലും ബാക്കിയുള്ള 8-9 ദിവസങ്ങൾ നിങ്ങൾ കാണാനായിട്ട് പരിശ്രമിക്കുക. അതാണ് ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു ടാസ്ക്കായിട്ടും പ്രാർത്ഥനയായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഏറ്റെടുക്കേണ്ട പുണ്യമായിട്ടും, അതുപോലെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുമ്പോൾ അത് ഒഴിവാക്കേണ്ട പാപങ്ങളുടെ ലിസ്റ്റെല്ലാം അതിനകത്ത് വരും. അങ്ങനെ ആ ഒരു കാര്യം ഇന്നത്തെ നമ്മുടെ ഒരു ഹോംവർക്കായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനിധിയായ നല്ല ദൈവമേ കർത്താവേ, ഒരു ദിവസം കൂടി അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ അങ്ങ് ഞങ്ങൾക്കായി തരുന്ന വലിയ സ്നേഹത്തിന്, കൃപയ്ക്ക് കർത്താവേ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുമ്പോൾ, ഞങ്ങളുടെ വഴികളെല്ലാം അടയുമ്പോൾ, കർത്താവേ പല ജീവിത സാഹചര്യത്തിലും എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വഴികാട്ടിയാവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തീരങ്ങളിൽ വന്ന് നിൽക്കുന്ന അനുഭവമാണ് വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാതെ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രഭാത ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ വഴിമുട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ വലത്തുവശത്തേക്ക് വലയിടാൻ പറഞ്ഞ് ഞങ്ങളെ പിടിച്ച് കരയ്ക്ക് കയറ്റുന്ന, കർത്താവെ കൈ പിടിച്ച് ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങൾക്ക് കർത്താവെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അനുഗ്രഹങ്ങൾ തരുന്ന അങ്ങയുടെ സ്നേഹം പരിശുദ്ധ കുർബാനയെ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും അവരുടെ ജീവിതത്തിൽ കർത്താവെ തകർച്ചകൾക്ക് ആശ്വാസം കണ്ടെത്താൻ, അവരുടെ പ്രതീക്ഷകൾ തിരിച്ചു പിടിക്കാൻ, അവരുടെ രോഗങ്ങൾ സുഖപ്പെടാൻ, കർത്താവെ അവരുടെ ജീവിതത്തിൽ മാനസികമായി അവരെ അലട്ടുന്ന പ്രയാസങ്ങൾക്കൊരു മറുപടി ഉത്തരവും കിട്ടാൻ ഇന്ന് നല്ല ദൈവം അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആശീർവാദത്തിന് വേണ്ടി തലകൾ വണങ്ങുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ നേട്ടങ്ങളാക്കി മാറ്റാൻ, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങളെല്ലാം അനുഗ്രഹമാക്കി മാറ്റാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കാരുണ്യവാനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ഉയർത്തി അഭിഷേകം ചെയ്യട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിരാശയിലും കഷ്ടപ്പാടുകളിലും കർത്താവ് ഒരുക്കുന്ന വഴികൾ കാണാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. മരുഭൂമിയിൽ നീരുറവ തുറന്നു കൊടുത്ത് ഹാഗാറിനെ അനുഗ്രഹിച്ച കർത്താവ്, പാറയിൽ നിന്ന് വെള്ളമൊഴുക്കി മരുഭൂമിയിൽ ദാഹം തീർത്ത കർത്താവ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാത്ത വഴികൾ തുറന്ന് പ്രതീക്ഷയുള്ളവരായി മാറാൻ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ഏതെങ്കിലും അനുഭവം നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ യേശുവിൻ്റെ ആശീർവാദം കടന്നു വരട്ടെ. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തി നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.